ഹായ് ഫ്രണ്ട്സ്, ഞാനാണെങ്കിൽ ബിഗ് ബോസ് ഫിനാലയിലെ വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞ് അപ്പം ഇപ്പോൾ ഉള്ള ഈ വീഡിയോ ആണെങ്കിൽ ഇടാൻ നോക്കുമ്പം നെറ്റില്ല, വീട്ടിലെ നെറ്റ് ഓഫായി. അപ്പോൾ അതിനൊരു 3-4 ദിവസം വരെ നെറ്റ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് നെറ്റ് വരുന്നില്ല. പിന്നെ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും 2 ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്തിട്ടും ആരെയും കാണുന്നില്ല. പിന്നെ നേരിട്ട് അവർ ഓഫീസിൽ പോയി പറഞ്ഞതിന് ശേഷം പിന്നെ അവർ വന്നൊന്ന് നോക്കി, വീട്ടിനകത്തും മൊത്തവും പരിസരത്തൊക്കെ ഒന്ന് നോക്കി. അവിടെ ഒന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞ് പോയി. പിന്നെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് വരുന്ന മാതിരിയില്ല. പിന്നെയും ഓഫീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ അവർ വന്ന് ഒരു ഏരിയ, ഞങ്ങളുടെ ആ ഏരിയ അവരുടെ കണക്ഷൻ്റെ അവിടെ നോക്കി. അത് മെയിനിൽ എന്തോ ചെറിയ പ്രോബ്ലം അല്ല, എന്തോ ഒരു ഇച്ചിരി വലിയ പ്രോബ്ലമാണ്. ആ ഏരിയയിൽ തന്നെയുണ്ട് ഒരു പ്രോബ്ലം. അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവുന്നില്ല. പിന്നെ ഞാൻ എടുത്തു വെച്ച വീഡിയോസ് എല്ലാം എടുത്തു വെച്ച് എനിക്ക് ഇടാനും കഴിയുന്നില്ല. അപ്പോൾ അത് കാരണം കുറേ ലേറ്റായില്ലേ, ഒത്തിരി താമസിച്ച് പോയി. പിന്നെ ഞാൻ വേറൊരു നെറ്റ് കണക്ഷൻ എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇത് ഇടുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണിത്. ബിഗ് ബോസ് ഫിനാലയിലെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ വീഡിയോയിലാണെങ്കിൽ ശക്തിശ്രീയുടെ പാട്ടായിരുന്നു. അപ്പോൾ ആ പാട്ടിന് ശേഷം ലാലേട്ടൻ തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബിഗ് ബോസ് വീട്ടിൽ അവിടെ ആ വലിയ സ്ക്രീന്, അതിലാണ് വീട്ടിനകത്തെ കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പം അങ്ങനെ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് പോകുമ്പോൾ അവിടെ 4 പേരുണ്ട്. ഇനി 4 പേരേ ഉള്ളൂ. നമ്മുടെ ജാസ്മിനും ജിൻഡോയും അഭിഷേകും അർജുനും, ഇവർ 4 പേരിരിക്കുക. അപ്പം ലാലേട്ടൻ പറയുന്നു, ഇനി നിങ്ങൾ 4 പേര് മാത്രമാണ് എന്തോ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നു അവർ 4 പേരോടായിട്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ചോദിക്കുമ്പം തന്നെ നമ്മുടെ ജാസ്മിനോടാണ് ആദ്യം ചോദിച്ചത്. ജാസ്മിൻ പറഞ്ഞു, വളരെ സന്തോഷം അഭിമാനവും തോന്നുന്നു എന്ന് പറഞ്ഞു. സന്തോഷം അഭിമാനവും തോന്നുന്ന മുഹൂർത്തം ആണ് ജാസ്മിന് ഇപ്പോൾ അടുത്ത ആ മുഹൂർത്തം എന്നാണ് പറയുന്നത്. അടുത്ത ജിൻഡോയോട് ചോദിക്കുന്നു, ജിൻഡോ എന്ത് പറയുന്നെന്ന്. 100 ദിവസം ഇവിടെ നിൽക്കുമെന്ന് ജിൻഡോ വിചാരിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജിൻഡോ പറയുന്നു, ഞാൻ കൈ പിടിച്ച് കൊടുത്ത് കുറേ പേര് വന്നിട്ടുണ്ട് ലാലേട്ടാ. എവിടെ വന്നെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ജിൻഡോ പറഞ്ഞത്, എവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൈ പിടിച്ച് കൊടുത്ത് കുറേ പേര് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവരൊക്കെ എന്നെ സഹായിക്കാതിരിക്കത്തില്ല. അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടെന്നുള്ള രീതിയിലാണ് ജിൻഡോ അതിനെക്കുറിച്ച് പറയുന്നത്. ജിൻഡോ അത് പറയുമ്പം ലാലേട്ടൻ പറയുന്നത്, ഈ ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ സഹായത്തിന് എത്തും ചില സമയത്ത്, അതാണോ എന്ന് അതേന്ന് പറയുന്നു ജിൻഡോ. അതിനുശേഷം അഭിഷേകിനോട് ചോദിക്കുന്നു. അഭിഷേകും ഇവിടം വരെ എത്തിയതിൽ ആശ്ചര്യത്തോടെ തന്നെയാണ് അത് പറയുന്നത്. എനിക്കും അഭിഷേകിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്, ഈ വൈൽഡ് കാർഡ് 6 പേരിൽ രണ്ടാമത് വന്നതിൽ കയറിയതിൽ ഇപ്പോൾ ലാസ്റ്റിൽ വന്നേക്കുന്നത് ഈ അഭിഷേക് മാത്രമാണ്. അപ്പോൾ അതങ്ങനെ അഭിഷേകിനും ആ ഒരു ഭാഗ്യം കിട്ടി. അടുത്ത അർജുനോട് ചോദിക്കുന്നു. അർജുൻ പറയുന്നു, ഇവിടെ എത്തിയത് തന്നെ വന്നിട്ട് വലിയൊരു ആശ്ചര്യമാണെന്ന് പറയുന്നുണ്ട്. ഈ ബിഗ് ബോസിലെ എൻട്രി ആയത് തന്നെ അർജുന് വന്നിട്ട് ഭയങ്കര ഒരു വല്ലാത്തൊരു ബ്ലെസ്സിങ് ആണെന്ന രീതിയിലാണ് അർജുൻ പറയുന്നത്. ഓരോ പ്രാവശ്യത്തെയും ഈ നോമിനേഷൻ വരുമ്പോഴും അവിടുന്ന് നോമിനേഷനിൽ എവിക്റ്റ് ആകാതെ മുന്നോട്ട് പോകുമ്പോഴൊക്കെ വിചാരിച്ചിരുന്നു ഈ പ്രേക്ഷകർ കൂടുണ്ട്, അല്ലെ പ്രേക്ഷകരുടെ സപ്പോർട്ടുണ്ടെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നെന്നുള്ള കാര്യമാണ് അർജുനും പറയുന്നത്. പിന്നെ ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിനകത്തെ ആൾക്കാർ ഇവർ 4 പേരോടും ഇത് ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് മറ്റുള്ള കണ്ടസ്റ്റൻസ് ഇല്ലേ, 19 പേര് പ്ലസ് ഇന്ന് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അവർ ഇരിക്കുന്നിടം അവിടോട്ട് തിരിഞ്ഞിട്ട് ശരണ്യയോടാണ് ചോദിക്കുന്നത്, ശരണ്യക്ക് എന്ത് തോന്നുന്നു ഇത്രയെന്ന് പറഞ്ഞാൽ ശരണ്യൊക്കെ കുറച്ച് നേരത്തെ എവിക്റ്റായി പോയവരാണ്. ഫൈനലിൽ എല്ലാവരും വരണമല്ലോ ഫിനാലേക്ക്. അപ്പോൾ അങ്ങനെ വന്നേക്കുന്നു. എന്നാലും ബിഗ് ബോസ് വീട്ടിലൊക്കെ അവർ ഒരുപാട് നാൾ അവരൊക്കെ നിന്നതാണ്. അപ്പം ബിഗ് ബോസിൽ വന്നതിന് ശേഷമുള്ള അവരുടെ എന്താണ് അവരുടെ അഭിപ്രായം, അല്ലെങ്കിൽ എന്താണ് അവരുടെ
മെച്ചം എന്താ ഉണ്ടായെന്നുള്ളതും ഒക്കെ അറിയാം. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ ശരണ്യ പറയുന്നു ബിഗ് ബോസിൽ വന്നത് കൊണ്ട് ശരണ്യയ്ക്ക് നല്ല നേട്ടമാണ് ഉണ്ടായെന്ന് ശരണ്യ പറയുന്നു. ചാക്കോച്ചനുമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി, അതൊരു വലിയ കാര്യമായിട്ട് ശരണ്യയ്ക്ക് തോന്നുന്നു. അങ്ങനെയുള്ള നിറയെ ഓപ്പർച്യൂണിറ്റീസ് ശരണ്യയ്ക്ക് കിട്ടിയെന്ന് പറയുന്നു. പിന്നെ ഏതൊരു മ്യൂസിക് ആൽബത്തിൻ്റെ അതും എന്തോ അതിലും അവർക്ക് ഒക്കെ ചാൻസ് കിട്ടി. അപ്പോൾ അവർക്കൊരു നല്ല അവർ പറയുന്ന ഒരു നല്ല വഴിത്തിരിവായി എന്നുള്ളൊരു ഇതിലാണ് ശരണ്യ പറയുന്നത്. അങ്ങനെ പിന്നെ ശരണ്യയ്ക്ക് ശേഷം നോറയോട് ചോദിച്ചു. നോറയാണെങ്കിൽ നല്ല ഉത്സാഹം. എന്തായാലും നോറയുടെ മറുപടി നമ്മൾ കണ്ടു നോക്കുമ്പോഴേ എന്തോ വലിയൊരു എന്തോ പറയുന്നത്, എടുത്തോ പിടിച്ചോ കവത്തോ എന്നും പറഞ്ഞ് നോറ അതിന് മറുപടി ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാന്ന് പറയത്തില്ലേ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യെന്നും പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്ന മാതിരി അതുമാതിരിയായിരുന്നു നോറയുടെ ആക്ടിങ് അവിടെ. അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സുരേഷിനെ വിളിച്ചു. സുരേഷിനെ അറിയാമോ? ഈ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം കേട്ടോ. ആദ്യമേ ആദ്യ സമയങ്ങളിൽ ഒരു 3-4 പേര് എവിക്റ്റായ ആ സമയത്താണ് ഈ സുരേഷ് എവിക്റ്റായത്. സുരേഷിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ രതീഷാണെങ്കിൽ സുരേഷിനെ ഇൻസൾട്ട് ചെയ്ത് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊരു വല്ലാത്ത, അത് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഇതൊക്കെ. ഇതുവരെയും നമ്മുടെ കാണുക ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഈ ഫിനാലേക്ക് വരുമ്പോഴും സുരേഷും രതീഷും തമ്മിൽ മിണ്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അതെന്നെ വളരെ ഞാൻ കുറച്ച് അത് ശ്രദ്ധിച്ചു. അതാണ് ഇതെടുത്ത് പറയാൻ കാരണം. അപ്പോൾ അങ്ങനെ സുരേഷിനെ ലാലേട്ടനെ സ്റ്റേജിലേക്ക് വരുന്നു, സുരേഷിൻ്റെ അടുക്കലേക്കൊന്ന് ചോദിക്കുന്നു. അപ്പോൾ സുരേഷ് അങ്ങനെ വരുന്നു പറഞ്ഞ് ചെല്ലുന്നു. പിന്നെ ലാലേട്ടൻ ഇങ്ങനെ അവിടെ അവതരിപ്പിക്കുമല്ലോ, അതേമാതിരി സുരേഷ് കുറച്ച് സമയം ആ ഒരു അനുകരണം അവിടെ നടത്തി. അതിലാണ് കുറച്ച് കോമഡി കലർന്ന രീതിയിൽ അതിനെ അങ്ങനെ 3-4 പേരുടെ കാര്യം എടുത്ത്, ഒന്ന് ജിൻഡോ, പിന്നെ ജാസ്മിനെ, പിന്നെ നോറ, ഇവരെ ഇങ്ങനെ ചെറിയ രീതിയിൽ അനുകരിച്ച് സുരേഷ് അവിടെ. അതിനുശേഷം പിന്നെ സുരേഷ് പഴയ സ്ഥാനത്ത് തന്നെ പോയിരുന്നു. ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിലകത്തേക്ക് തിരിഞ്ഞു വന്നിട്ട് ബാക്കി ഇനി അവിടെയുള്ള 4 പേരേ ഉള്ളൂ. ഈ 4 പേരോടായിട്ട് പറഞ്ഞു, അടുത്ത ഒരാളിപ്പം ഉടൻ തന്നെ എൻ്റെ അടുത്തേക്ക് വരും. ഇന്ന് ഈ വീട്ടിൽ നിന്നും ഒരാൾ ഇപ്പോൾ എവിക്റ്റ് ആകും. അതാരാണെന്ന് ബിഗ് ബോസ് പറയും. ഞാനിവിടെ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആ വരുന്ന ആളിനായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ ബിഗ് ബോസ് ആണ് ഇവരോട് അനൗൺസ് ചെയ്യുന്നത്, 4 പേരും കൂടെ ഗെയിമൊക്കെ നടക്കുന്ന ഏരിയയില്ലേ അവിടേക്ക് വരാനെന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവർ 4 പേരാരൊക്കെയാണ്? അർജുനെ, ജാസ്മിനെ, ജിൻഡോ, അഭിഷേക്. ഇവർ 4 പേരും അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവാണ്. അപ്പം അവിടെ ബിഗ് ബോസ് ഇവരെ എവിക്റ്റ് ആക്കുന്നതിനൊരു പ്ലാൻ വെച്ചിട്ടുണ്ടായിരിക്കും. ആ രീതിയിൽ അതിലൊരാളെ എവിക്റ്റ് ആക്കും. അങ്ങനെ ലാലേട്ടൻ്റെ അടുത്തോട്ട് വരും. അതാണ് ഇപ്പം നമ്മളടുത്ത് കാണാൻ പോകുന്നത്. അങ്ങനെ ബാക്കിയുള്ള 4 പേര് ബിഗ് ബോസ് പറഞ്ഞ ഇടത്തിലൊക്കെ അവർക്ക് ടാസ്കൊക്കെ നടക്കത്തില്ലേ, അവിടോട്ട് പോയി അങ്ങനെ അവരൊരു റൗണ്ട് ഒരു കറങ്ങുന്ന ഒരു റൗണ്ട് ഒരു സ്റ്റേജ്, ഒരു ചെറിയ സ്റ്റേജ് പോലെ ഒരിത്, അത് കറങ്ങുന്നത് ആണ്. ഒരു റൗണ്ട് സൈസിലാണ്. അപ്പോൾ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നുണ്ട്. ഓരോരുത്തർ നിൽക്കുമ്പോഴും പരസ്പരം കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരിത് അത് കറങ്ങുകയും ചെയ്യും. അപ്പോൾ അവിടെ ആകെ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഇവർ ഈ എവിക്റ്റ് ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കറങ്ങുന്ന ഈ റൗണ്ടിലോട്ട് കയറി നിൽക്കുക. അതിൽ ആ എൻട്രൻസിൻ്റെ അവിടെ വരുമ്പോൾ അവർ ഇറങ്ങേണ്ട എൻട്രൻസിൻ്റെ അവിടെ കുറേ നേരം കറങ്ങും കേട്ടോ. ഒരു പ്രാവശ്യമല്ല, 2-3-4 പ്രാവശ്യം കറങ്ങും. എന്നിട്ട് എൻട്രൻസിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കിന് അവിടെ പച്ചയാണോ ചുമന്നതോ ലൈറ്റ് കത്തും. അപ്പം ഇതിൽ വന്ന് പച്ച ലൈറ്റ് കത്തുന്നവരാണ് തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് പോകും. ചുമന്ന ലൈറ്റ് കത്തുന്ന ഇടത്താണ് കത്തുന്നത്. അപ്പം ആര് നിൽക്കുന്ന സ്പേസിലാണ് അവരാണ് വന്നിട്ട് ഈ എവിക്റ്റ് ആകുന്നത്. അങ്ങനെ 3 പേര് ബിഗ് ബോസ് വീട്ടിലേക്ക് പോയി. ഒരാൾ എവിക്റ്റ് ആയത് അഭിഷേകാണ്. അങ്ങനെ അഭിഷേക് വന്ന് ലാലേട്ടൻ്റെ അടുത്തേക്ക് വരുന്നു. ലാലേട്ടനെ അഭിഷേകിനെ സ്വീകരിക്കുന്നു, വെൽക്കം ചെയ്യുന്നു.
പിന്നെ അഭിഷേകിനെ ഇത്രയും ദിവസം അവിടെ നിന്നതിൽ എന്ത് തോന്നുന്നു? അഭിഷേക് പറയുന്നത് വന്നിട്ട് ഞാൻ ഇത്രയും ദിവസം അവിടെ നിൽക്കുമെന്നൊന്നും വിചാരിച്ചതേയില്ല. അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്, ഭയങ്കര ഒരു സംഭവമാണ്. അതൊരു അഭിഷേകിൻ്റെ ജീവിതത്തിലൊരു ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന മാതിരിയാണ് അഭിഷേക് അതിനെ പറയുന്നത്. ഭയങ്കര സന്തോഷമായി എന്നുള്ള രീതിയിൽ. പിന്നെ അഭിഷേക് അപ്പോൾ ഇത്രയും ദിവസം ആദ്യം തൊട്ട് വന്നപ്പം തൊട്ടുള്ള ഇതുവരെയുള്ള കാര്യങ്ങൾ കാണിക്കുമല്ലോ, എവിക്റ്റ് ആവുന്നവരെ അവരെ ലാസ്റ്റ് വരെ അവിടെ നിന്ന് അതിൻ്റെ കുറേ സംഭവങ്ങൾ കാണിക്കും. അങ്ങനെ അഭിഷേകിൻ്റെ കാണിച്ചു പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ. അതിനുശേഷം പിന്നെ തേർഡ് റണ്ണറപ്പ് എന്നുള്ള ആ ഒരു ട്രോഫി കൊടുത്തു. പിന്നെ ആണെങ്കിൽ മൈജിയുടെ വകയായിട്ട് ഒരു സമ്മാനം കൃഷിക്ക് കൊടുത്തപ്പോൾ അഭിഷേക് ഭയങ്കരമായിട്ട് അതിനെ ഇത് നിനക്കിത് കിട്ടിയല്ലോടെ അങ്ങനെ ഒരു രീതിയിൽ ഭയങ്കര സന്തോഷമായിട്ട്. അതേപോലെ തന്നെ അഭിഷേകിനും കിട്ടി. അത് വിലപിടിപ്പുള്ളൊരു ഫോണോ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു സാധനമായിട്ട് തന്നെ എനിക്കതിനെ തോന്നും മൈജിയുടെ. അപ്പോൾ അങ്ങനെ അഭിഷേകിനും അത് കൊടുത്ത് അഭിഷേക് മറ്റ് കണ്ടസ്റ്റൻസ് എല്ലാം ഇരിക്കുമല്ലോ അവിടോട്ട് പോയി. അതിനുശേഷം ലാലേട്ടനാണെങ്കിൽ അടുത്ത പരിപാടിയിലേക്ക് കടക്കുന്നു. അത് വന്ന് ഇനിയും ആകെ 3 പേരേ ഉള്ളൂ. ആരൊക്കെയാന്ന് പറഞ്ഞാൽ ജാസ്മിനും ജിൻഡോയും അർജുനും 3 പേര് മാത്രമേ ഇനി ബാക്കിയായിട്ടുള്ളൂ.